ധാരാളം കുരങ്ങന്മാരുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അവർ നമ്മുടെ മൊബൈലുമായിട്ട് പോകും. കയറി വരുമ്പോഴേ ഒരു ഹനുമാൻജിയുടെ ഒരു ശില്പം കൊത്തി വെച്ചിരിക്കുന്നത് കാണാം. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാത്തത്. അവരെ നോക്കിപ്പോയാൽ ചിലപ്പം അവർ മൊബൈലുമായിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ കുത്തനെയുള്ള ഈ കയറ്റം നടകൾ കയറി മുകളിലോട്ട് പോവുകയാണ്. പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാം കയറുന്ന ഒരു മലയാണിത്. അപ്പത്തെ മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. അപ്പത്തെ എല്ലാവരും കുത്തിയിരിക്കുന്നു. അപ്പോൾ സൂക്ഷിച്ചു പോയില്ലേ അവർ നമുക്കിട്ട് പണി തരും. അവരിയ്ക്കുന്ന സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. ഹേയ്, അപ്പോഴത്തെ ഈ ക്ലിഫിൽ നിന്നും നമ്മൾ പതിയെ തിരിച്ചിറങ്ങുകയാണ്. അങ്ങനെ ഈ മലയുടെ മുകൾ ഭാഗത്തെത്താൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത മലയിലേക്കുള്ള യാത്രയിലാണ്. അതും നല്ല രീതിയിലുള്ള കയറ്റമുണ്ട്. വളരെ ബുദ്ധിമുട്ടിയുള്ള യാത്രയാണ്. കാരണം മുകളിലേക്കും താഴേക്കും എല്ലാം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ശരി, ഈ മലയുടെ ഒരു ചെറിയ ഏരിയയിലൂടെ ചെയ്തുണ്ടോ, ഇത്രയേ ഉള്ളൂ നടക്കാനുള്ള ഒരു കറക്റ്റ് ഏരിയയേ ഉള്ളൂ. ഈ ഏരിയയിലൂടെ നമ്മൾ പോവുകയാണ്. ഈ ഭൂപ്രകൃതി കാണുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരം. നോക്കിയേ, ഇത്രയും മുകളിൽ നിന്നാണ് ഞാൻ കാണുന്നത്. ഒരു ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴുള്ള ഒരു സുഖം അത് പറഞ്ഞാൽ മനസ്സിലായില്ല. കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. യാത്രയുടെ ഏറ്റവും അവിസ്മരണീയമായ ചില നിമിഷങ്ങളിലൊന്നാണിത്. ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും നമുക്ക് കാണാൻ കിടക്കുകയാണ്. അപ്പോൾ താഴത്തെ ആ തടാകവും ആ ഒരു ഡാമാണത്, ഒരു മഡ് ഡാമാണ്. അതിൻ്റെ താഴെ ഒരു ഇത് സ്വിമ്മിംഗ് പൂൾ പോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്, ഒരു ഗാർഡനൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ 2-3 മറ്റു കുളങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ വഴിയിലൂടെയൊക്കെയാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ ശരി, ഈ മലയിൽ നിന്നും നമ്മൾ അടുത്ത മലയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്.